ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഗുണ്ടാ നേതാവിന്റെ വിരുന്നിൽ പങ്കെടുത്ത ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയും പോലീസ് ഉദ്യോഗസ്ഥരും. ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് SI എത്തിയതോടെ ഡിവൈഎസ്പി ശുചിമുറിയിൽ ഒളിച്ചു. വിരുന്നിൽ പങ്കെടുത്ത 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. DIGക്ക് റിപ്പോർട്ട് നൽകിയെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന അറിയിച്ചു. വിരമിക്കാൻ 3 ദിവസം ബാക്കി നിൽക്കെയാണ് ഡിവൈഎസ്പി MG സാബു ഗുണ്ടാ നേതാവിന്റെ വിരുന്നുണ്ടത്. വാർത്ത പുറത്തു വന്നതോടെ വിരമിക്കൽ ചടങ്ങിനായി തയ്യാറാക്കിയ പന്തൽ കരാറുകാരൻ പൊളിച്ചു മാറ്റി. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന ഗുണ്ടാവിളയാട്ടം തടയാൻ ഒരു ഭാഗത്ത് പോലീസ് നടപടിയുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെ വിരുന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തത്. എറണാകുളം അങ്കമാലിയിലെ പുളിയനത്തെ വീട്ടിലാണ് ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസൽ പോലീസ് ഉദ്യോഗസ്ഥർക്കായി വിരുന്നൊരുക്കിയത്. ഗൂഡല്ലൂരിൽ നിന്ന് റിട്ടയർമെന്റ് അവധി ആഘോഷിച്ചു മടങ്ങവേ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി MG സാബുവും പോലീസ് ഉദ്യോഗസ്ഥരും ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെത്തി. ഇതിനിടെ ഫൈസലിന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ അങ്കമാലി SIയും സംഘവും പോലീസുകാരെയും ഗുണ്ടാ സംഘത്തെയും ഒന്നിച്ചു കണ്ടു. ഇക്കാര്യം ആലുവ റൂറൽ SP വൈഭവ് സക്സേന സ്ഥിരീകരിച്ചു. റൂറൽ SP DIGക്ക് റിപ്പോർട്ട് നൽകി. ആ സമയത്ത് ഈ RHSലെ കൂടി ഏകദേശം ടോട്ടൽ 4-5 പേരുണ്ടായിരുന്നു. സോ അതിൽ 2 പേർക്ക് നമ്മൾ പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നു. പിന്നെ ബാക്കി 3 പേരിനെ ചോദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി അത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. സോ അതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് രാവിലെ തന്നെ നമ്മൾ ഓൾറെഡി DIG സർക്കാർ അയച്ചിട്ടുണ്ട്. ഡിവൈഎസ്പിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് DIG പുട്ടവിമലാധ്യ. റൂറൽ SPയുടെ റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷം നടപടിയെടുക്കും. പ്രോപ്പർ എൻക്വയറി ഒന്ന് ചെയ്തിട്ട് റിപ്പോർട്ട് ഒന്ന് പോയി, പക്ഷെ ബാക്കി നടപടി എടുക്കേണ്ടത് മറ്റുള്ളവരാണല്ലേ. മൊത്തം ഒന്ന് നോക്കണം. പ്രോപ്പറായി എൻക്വയറി നടത്തിയാൽ നമുക്ക് കൃത്യമായിട്ട് അവരെ സസ്പെൻഡ് ചെയ്തിട്ട് എൻക്വയറി നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് പോയി, അപ്പൊ എന്ത് നടപടി ഉണ്ടാവുമെന്ന് നോക്കണം. സംഭവം വിവാദമായതോടെ ഡിവൈഎസ്പിക്കൊപ്പം വിരുന്നിൽ പങ്കെടുത്ത പോലീസുകാരായ ദീപക്, ജോളിമോൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ വിരുന്ന് നടത്തിയിട്ടില്ലെന്ന് തമ്മനം ഫൈസൽ പറഞ്ഞു. ഇല്ല, DSP എന്റെ വീട്ടിൽ വന്നിട്ടില്ല. എന്താണ് ഇതിന്റെ കഥ എന്ന് സത്യാവസ്ഥ എനിക്ക് അറിയാൻ പാടില്ലപ്പെടും. എന്റെ വീട്ടിൽ ഇന്നലെ പോലീസ് വന്നിരുന്നു. പോലീസ് വന്നിട്ട് സ്റ്റേഷനിലോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ചെന്നു. ഇതെന്താണ് ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, ഇത് എന്താണ്? നമുക്ക് ശത്രുക്കളൊക്കെ ഉള്ളതാണ്. പലരും പല രീതിയിൽ കളിക്കുകയും. ഈ മാസം 31-ന് വിരമിക്കാനിരിക്കുകയായിരുന്നു ഡിവൈഎസ്പി MG സാബു. സംഭവം വിവാദമായതോടെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ യാത്രയപ്പിനായി ഒരുക്കിയ പന്തൽ പൊളിച്ചു നീക്കി. 24 കൊച്ചി. സംസ്ഥാനത്ത് ഗുണ്ടകൾ അഴിഞ്ഞാടിയപ്പോൾ പോലീസ് എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഗുണ്ടാ നേതാവിന്റെ വീട്ടിലെ വിരുന്നിൽ നിന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ കയ്യോടെ പിടിക്കുന്നത് എല്ലാം വ്യക്തമാക്കുന്നുണ്ട്. പാളിപ്പോയ ഓപ്പറേഷൻ കാവലും നാടകം പോലെ ഇപ്പോഴും തുടരുന്ന ഓപ്പറേഷൻ ആകുമെല്ലാം ഇനി എന്തിനെന്ന് സാധാരണക്കാർക്ക് തോന്നില്ലേ? ഗുണ്ടാബന്ധം സ്ഥിരീകരിച്ചിട്ടും സർവീസിൽ തുടരുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്നത് ആരെന്ന ചോദ്യവും ഇന്ന് ഉയർന്നു വന്നു. തലസ്ഥാന നഗരത്തിൽ പോലും പട്ടാപ്പകൽ ഒരാളെ തല്ലിക്കൊല്ലുന്ന ഗുണ്ടാവിളയാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെ? ഒരു വശത്തു നിന്നും നന്നാക്കാൻ ശ്രമിച്ചപ്പോൾ മറുവശത്തു നിന്നും ചോർത്തി നൽകി. കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടായി മാറി ഇന്നത്തെ സംഭവം. പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുമ്പോൾ ഗുണ്ടാ നേതാവിൻ്റെ വീട്ടിലെ ശുചിമുറിയിൽ ഒരു DYSPയെ കണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയതെങ്ങനെ? ഒരു പഴയ സംഭവത്തിൽ നിന്നും തുടങ്ങാം. 2023 ജനുവരി തലസ്ഥാന ജില്ലയിലെ മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു കൂട്ട നടപടിയുണ്ടായി. സ്വീപ്പർ ഒഴികെ സ്റ്റേഷനിലെ സകല പോലീസുകാരെയും, അതായത് 32 പോലീസുകാരെയും സ്ഥലം മാറ്റി. കാരണമെന്ത്? യുവാവിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടാസംഘത്തെ യഥേഷ്ടം വിഹരിക്കാൻ വിട്ടു. പോലീസ് ഒത്താശയോടെ രക്ഷപ്പെട്ട ഗുണ്ടാസംഘം ഒളിവിൽ കഴിഞ്ഞത് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹോദരന്റെ നിർമ്മാണം നടക്കുന്ന വീട്ടിൽ. സംഭവം മുഖ്യമന്ത്രിയുടെ മൂക്കിന് തുമ്പത്തെത്തിയതുകൊണ്ട് നടപടിയെടുത്തു. കൂട്ടത്തോടെ സ്ഥലം മാറ്റി. മിക്ക പോലീസ് സ്റ്റേഷനുകളിലും ഗുണ്ടാസംഘങ്ങൾക്ക് വേണ്ടി ഇത്തരം ഒറ്റ നടക്കുന്നുവെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഗുണ്ടകളെയും ലഹരി സംഘങ്ങളെയും അമർച്ച ചെയ്യാൻ സംസ്ഥാന പോലീസ് കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്നൊരു പദ്ധതിയുണ്ട്, ഓപ്പറേഷൻ കാവൽ. എന്നാൽ കാവലിന്റെ കടയ്ക്ക് കത്തിവെച്ചത് സേനയിലെ തന്നെ ചിലരാണ്. അനിൽകാന്ത് പോലീസ് മേധാവിയായിരുന്നപ്പോഴാണ് പദ്ധതി കൊണ്ടുവന്നത്. ജില്ലകളിലെ നാർക്കോട്ടിക്സ് DYSPമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം. സ്പെഷ്യൽ സ്ക്വാഡ് പോലീസ് ആസ്ഥാനത്തെ ADGP മനോജ് എബ്രഹാമിന് ദിവസേന നേരിട്ട് റിപ്പോർട്ട് നൽകണമെന്നൊക്കെയായിരുന്നു നിർദ്ദേശം. റേഞ്ച് DIGമാരും IG മാരും IG റാങ്കിലെ കമ്മീഷണർമാരും ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല. മേലുദ്യോഗസ്ഥരുടെ പിന്തുണയില്ലാത്തതിനാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരും നിർജീവമായി. അങ്ങനെ പദ്ധതി പാതി വഴിയിൽ നിലച്ചു. പോലീസ് ഗുണ്ടാബന്ധത്തിലെ ഒറ്റപ്പെട്ട സംഭവമല്ല അങ്കമാലിയിലേത്.
കഴിഞ്ഞ വർഷം ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥരുടെ തൊപ്പിതെറിച്ചു. തിരുവനന്തപുരത്തെ കുപ്രസിദ്ധ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെയും മറ്റൊരു സംഘത്തിന്റെയും കുടിപ്പക പറഞ്ഞു തീർക്കാൻ ഇടപെട്ടത് തലസ്ഥാനത്തെ 2 പ്രമുഖ ഡിവൈഎസ്പിമാർ. ഇതിലൊരാളുടെ മകളുടെ പിറന്നാൾ ആഘോഷത്തിന്റെ അണിയറ പ്രവർത്തകരും ഗുണ്ടകളായിരുന്നു. 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ തിരുവനന്തപുരം സിറ്റിയിലെ CA അടക്കം 3 പേരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. മണൽ മാഫിയ ബന്ധത്തിന്റെ പേരിൽ കണ്ണൂരിൽ 7 പോലീസുകാരാണ് നടപടി നേരിട്ടത്. മണൽക്കടത്ത് സംഘത്തിന് വിവരം ചോർത്തിയതിനാണ് നടപടി. തിരുവനന്തപുരം നഗരൂർ പോലീസ് സ്റ്റേഷനിലെ 3 പോലീസുകാരെ ഗുണ്ടാബന്ധത്തിൽ സ്റ്റേഷനിൽ നിന്ന് നീക്കി. പോലീസ് അസോസിയേഷൻ സംസ്ഥാന നേതാവും നടപടിക്കിരയായി. തിരുവനന്തപുരം കരമന കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ ആഗ് പുനരാരംഭിച്ചത്. ഗുണ്ടകൾക്കായി വിരിച്ച വലയിൽ ഡിവൈഎസ്പി തന്നെ കുടുങ്ങിയതിന്റെ ഞെട്ടലിലാണ് കേരള പോലീസ്. ഇല്ലെങ്കിൽ ഗുണ്ടകൾക്കെതിരെ വ്യാപക നടപടിയെടുത്തെന്ന റിപ്പോർട്ട് സഹിതം നാളെ മുഖ്യമന്ത്രിക്ക് മുൻപിൽ കേമത്തം വിളമ്പാമായിരുന്നു. ഇനി മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ പോലീസ് മേധാവിക്ക് തലകുമ്പിട്ടിരിക്കേണ്ടി വരും. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നെന്ന പ്രതിപക്ഷമടക്കം ആരോപണമുന്നയിച്ച പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നാളെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത്. അതിൽ അങ്കമാലി സംഭവം വിവരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നന്നേ വിയർപ്പൊഴിക്കേണ്ടി വരും. മാധ്യമങ്ങളിൽ വാർത്ത വന്ന മണിക്കൂറുകൾക്കകം കളങ്കിതർക്കെതിരെ ധൃതിയിൽ നടപടിയുണ്ടായതും അതുകൊണ്ട് തന്നെ. പിണറായി പോലീസിന്റെ പിടിപ്പുകേടെന്ന പ്രതിപക്ഷ ആക്ഷേപം ഒരർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ്. സ്വന്തം സേനയിലെ അംഗങ്ങൾ പോലീസ് സംവിധാനത്തെ ഒന്നാകെ ഒറ്റുമ്പോൾ, ഗുണ്ടകളുടെ തോളത്ത് കൈയിട്ട് നടക്കുമ്പോൾ അത് ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്. നാളത്തെ യോഗത്തിലെങ്കിലും മുഖ്യമന്ത്രി ഇത് തിരിച്ചറിഞ്ഞ് നിർദ്ദേശങ്ങൾ നൽകിയില്ലെങ്കിൽ അസംഘടിത സേന എന്ന പേര് പോലീസിനെ കാലത്തേക്കും ചാർത്തി നൽകും. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. ഇനി ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് വാർത്താമഴ കടക്കുന്നത്. മാധ്യമവേട്ടയ്ക്കിറങ്ങിയ പോലീസ്. മാധ്യമപ്രവർത്തകന് നേരെ വനം പോലീസ് വകുപ്പുകളുടെ പ്രതികാര നടപടി. വനം വകുപ്പിന്റെ വ്യാജ പരാതിയിൽ 24 അതിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻ ലാലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ അർദ്ധരാത്രി വീട് വളഞ്ഞായിരുന്നു അറസ്റ്റ്. കസ്റ്റഡിയിൽ വെച്ച് റൂബിൻ ലാലിന് മർദ്ദനമേറ്റത് പ്രതിഷേധത്തിന് കാരണമായി. അതിനിടെ റൂബിന്റെ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കാനായി മാറ്റി. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഇന്നലെ രാത്രിയാണ് റൂബിൻ ലാലിനെ അതിരപ്പള്ളി സിഐയുടെ നേതൃത്വത്തിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത്. അറസ്റ്റിനു മുൻപ് പാലിക്കേണ്ട ചട്ടങ്ങളൊക്കെ കാറ്റിൽ പറത്തിയായിരുന്നു നടപടി. പോലീസ് വാഹനത്തിലേക്ക് കയറ്റുമ്പോൾ റൂബിൻ ലാലിനെ മർദ്ദിച്ചതായി ആക്ഷേപമുണ്ട്. റൂബിന്റെ ഫോൺ പോലീസ് എറിഞ്ഞു തകർക്കുകയും ചെയ്തു. സ്റ്റേഷനിലെത്തിച്ച ശേഷവും സിഐയുടെ നേതൃത്വത്തിൽ അസഭ്യവർഷവും മർദ്ദനവും ഉണ്ടായതായി റൂബിൻ ലാൽ വ്യക്തമാക്കി. രാത്രി മുഴുവൻ അടിവസ്ത്രം മാത്രം ഇടാൻ നൽകിയെന്നും റൂബിൻ പറഞ്ഞു. മർദ്ദനം എന്നെ കഴുത്തി പിടിച്ച് ഞെക്കിയിരുന്നു. കുറെ നേരം കഴുത്തി പിടിച്ചു. ഇങ്ങനെ സി ഐ ആണ് ഉന്തിയത്. അതെ, അടിവസ്ത്രത്തിലാണ്. ഇത്രയും നേരം അടിവസ്ത്രത്തിലാണ്. ഷർട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നെ വീട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്നത്. എന്നെ മർദ്ദിച്ചിരുന്നു. അസഭ്യം പറഞ്ഞിരുന്നു. തന്നെ ഒരുപാട് അസഭ്യം പറഞ്ഞു. എന്നെ കഴുത്തിന് പിടിച്ച് ഞെക്കി കൊല്ലും എന്ന് പറഞ്ഞു. അതേസമയം ഉച്ചയോടെ ചാലക്കുടി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ റൂബിൻ ലാലിനെ കോടതി റിമാൻഡ് ചെയ്തു. റൂബിന്റെ ജാമ്യാപേക്ഷ നാളെ തന്നെ കോടതി പരിഗണിക്കും. പോലീസ് മർദ്ദനത്തിൽ വിശദമായ മൊഴി രേഖപ്പെടുത്താനും കോടതി നിർദ്ദേശിച്ചു. ഇന്നലെ കാട്ടുപന്നി വാഹനമിടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ റൂബിൻ ലാലിനെ വനം ഉദ്യോഗസ്ഥർ കയ്യേറ്റം ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വനം മന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിക്കുന്നതിനായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരാതി നൽകിയത്. 24 തൃശൂർ. റൂബിൻ ലാലിനെ കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘത്തിന്റെ നിയന്ത്രണത്തിലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഫാസിസ്റ്റ് നടപടിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കിഫ പ്രതിഷേധ മാർച്ച് നടത്തി. വ്യാജ പരാതി കിട്ടിയതും കൊടും കുറ്റവാളിയെപ്പോലെ മാധ്യമപ്രവർത്തകനെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലെത്തിച്ച് പീഡിപ്പിച്ച അതിരപ്പള്ളി പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ആഭ്യന്തര വകുപ്പിനെ രൂക്ഷമായി വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ദൃശ്യമാധ്യമ പ്രവർത്തകനെ, പ്രാദേശിക പ്രവർത്തകനെ രാത്രി അതിക്രമിച്ച് കാട്ടിൽ കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി അടിവസ്ത്രത്തിൽ നിൽക്കുകയാണ്. കാരണം പരാതി പറയാൻ പാടില്ല. ഇതാണ് നടക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോപണം എന്താ? ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉപജാപക സംഘമാണ്. ഫാസിസത്തിന്റെ പുതിയ ഉദാഹരണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അതിരപ്പള്ളിയിൽ നടന്നത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ നടപടിയെന്ന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MV ശ്രേയാംസ് കുമാർ. അതിരപ്പള്ളിയിൽ സംഭവിച്ചത് തികച്ചും ദൗർഭാഗ്യകരമാണ്. കാരണം ഒരു റിപ്പോർട്ടറുടെ ജോലി എന്ന് പറയുന്നത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്.
അതിന് നേരെ കൈകടത്തും ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കർഷക സംഘടനയായ കിഫ പ്രതിഷേധ മാർച്ച് നടത്തി. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക. അവരുടെ മൗലികമായ അവകാശങ്ങളിൽ ഫോറസ്റ്റിന്റെ അന്യായമായ കൈകടത്തൽ അവസാനിപ്പിക്കുക. ഈ പാവപ്പെട്ട റൂബിലാലിന് എന്ത് നിയമലംഘനമാണ് അദ്ദേഹം നടത്തിയത്? ഞങ്ങൾക്കറിയണം. ജാമ്യമില്ലാത്ത വകുപ്പ്. ഏത് ആനേനെയാണ് വെടിവെച്ചത് അദ്ദേഹം? ഏത് മൃഗത്തെയാണ് ഉപദ്രവിച്ചത്? ഫോട്ടോ എടുത്തുന്നോ? ഫോട്ടോ എടുക്കാൻ മാധ്യമപ്രവർത്തകർ ഫോട്ടോ എടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ഏത് കാര്യങ്ങളാ ജനസമക്ഷത്തിൽ കൊണ്ടുവരാൻ പറ്റുക? പോലീസ് നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്നും നടപടി വേണമെന്നും UDF കൺവീനർ MM ഹസൻ പ്രതികരിച്ചു. വന്യജീവി ആക്രമണങ്ങളിൽ ഇടപെടാത്ത വനംവകുപ്പിന് മാധ്യമപ്രവർത്തകനെ കൊടുക്കാൻ എന്തിനിത്ര തിടുക്കമെന്ന് മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അറസ്റ്റ് ദുരൂഹമെന്ന് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫും പ്രതികരിച്ചു. നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമെന്ന് KUWJ സംസ്ഥാന ജനറൽ സെക്രട്ടറി കിരൺ ബാബു കുറ്റപ്പെടുത്തി. 24 തൃശൂർ. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുകയാണ്. പാലക്കാട് അട്ടപ്പാടിയിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് വയോധികൻ മരിച്ചു. മേലെ ഭൂതയാടൂരിലെ ചെല്ലനാണ് മരിച്ചത്. ICU സംവിധാനമുള്ള ആംബുലൻസിനായി 4 മണിക്കൂർ കാത്തിരുന്ന ചെല്ലൻ ബോധരഹിതനായി തുടർന്ന് ചികിത്സയിലിരിക്കുകയാണ് അദ്ദേഹം മരിച്ചത്. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. നിഖിൽ, തുടർച്ചയായി 2 സംഭവങ്ങൾ. കഴിഞ്ഞ ദിവസം കടുത്ത കാറ്റിലും മഴയിലും ഓട്ടോറിക്ഷയ്ക്ക് മേൽ മരം വീണ് ഗുരുതര പരിക്കേറ്റയാളിനും ഇതേ പ്രതിസന്ധി നേരിട്ടു. അദ്ദേഹവും ഇത്തരം സൗകര്യങ്ങളില്ലാതെ കാത്തിരുന്നു മരണം വരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു സംഭവം കൂടി. ഇതൊന്നുമായിട്ടും ആരോഗ്യവകുപ്പ് അവിടെ കണ്ണു തുറക്കുന്നില്ല, ആംബുലൻസ് സൗകര്യം അവിടെ എത്തിക്കുന്നില്ല. എന്താണ് ഇന്ന് സംഭവിച്ചത് നിഖിൽ? വിജയകുമാർ, കഴിഞ്ഞ 25-നാണ്, അതായത് ഫൈസൽ എന്ന 25-കാരൻ ഓട്ടോയ്ക്ക് മുകളിൽ മരം വീണ് പരിക്കേറ്റ് മരിച്ച ഫൈസലിനെ എത്തിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അട്ടപ്പാടി മേലെ ഭൂതയാർ ഊരിലെ ചെല്ലൻ എന്ന 56-കാരനെ ഈ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഇദ്ദേഹം ആട് മേയ്ക്കാൻ വേണ്ടി പോയതായിരുന്നു. അവിടെ വെച്ച് ബോധരഹിതനായ നിലയിൽ കണ്ടെത്തുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഈ ഊരിൽ നിന്ന് കോട്ടത്തറയിലേക്ക് എത്തിക്കാൻ തന്നെ അവർ വളരെയധികം പ്രയാസപ്പെട്ടിരുന്നു ഊരി നിവാസികൾ. കാരണം അവിടേക്ക് ആംബുലൻസ് ഈ ഊരിലേക്ക് എത്തില്ല. അതുകൊണ്ട് തന്നെ ഏറെ പ്രയാസപ്പെട്ടാണ് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചത്. 1.5 കിലോമീറ്ററോളം കാൽനടയായി ചുമന്ന് ആംബുലൻസിൽ കയറ്റി പിന്നീട് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നാൽ അവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ 4 മണിക്കൂറോളം ലൈഫ് സപ്പോർട്ട് ആംബുലൻസിനായി കാത്തിരിക്കേണ്ടി വന്നു. ഓട്ടോറിക്ഷയിൽ മരം വീണ് ഉണ്ടായ അപകടത്തിൽ ഫൈസലിനെ മണ്ണാർക്കാട് ആശുപത്രിയിലേക്ക് എത്തിച്ച ആംബുലൻസ് തിരികെ വന്ന ശേഷമാണ് ഈ ചെല്ലനെ ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. തൃശൂർ മെഡിക്കൽ കോളേജിലേക്കായിരുന്നു അദ്ദേഹത്തെ മാറ്റിയിരുന്നത്. ഇദ്ദേഹം 4 മണിക്കൂറോളമാണ് അവിടെ ചികിത്സ കിട്ടാതെ കിടന്നത് കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി. തുടർന്ന് തൃശൂരിൽ എത്തിച്ചെങ്കിലും ഇന്ന് രാവിലെ അദ്ദേഹം മരിക്കുകയായിരുന്നു. തലച്ചോറിൽ രക്തം കട്ട പിടിച്ചതാണ് മരണ കാരണം എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. ഇതൊരു പക്ഷേ അല്പം വേഗത്തിൽ, അതായത് ഈ 4 മണിക്കൂറിന്റെ കാത്തിരിപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ചെല്ലന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് പ്രദേശവാസികളുടെ അടക്കം സാമൂഹ്യ പ്രവർത്തകരുടെ അടക്കം ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. കാരണം അല്പം കൂടി സൗകര്യങ്ങൾ സ്വാഭാവികമായും ഒരുക്കി നൽകേണ്ട ഒരു ആശുപത്രിയിലാണ് തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഒരാഴ്ചക്കിടെ 2 പേരാണ് ഇപ്പോൾ ഈ കൃത്യമായി വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് കിട്ടാത്തതിനാൽ അവരുടെ ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. വിജയകുമാർ. യെസ്, ICU സംവിധാനമുള്ള ആംബുലൻസ് ഇല്ലാതെ ഒരാഴ്ചക്കിടെ 2 മരണം. അത് കോട്ടത്തറയിൽ 4 മണിക്കൂർ ഇന്ന് കാത്തിരുന്നു ചെല്ലൻ. അതിനുശേഷം അദ്ദേഹം ബോധരഹിതനായി തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. സമയത്ത് വാഹനം കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. നേരത്തെ മരിച്ച ആ കാലവർഷക്കെടുതിയിൽ അപകടത്തിൽ പരിക്കേറ്റ ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥയും അതുതന്നെയാണ്. അവിടെയും വില്ലനായത് ഈ സൗകര്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ സൗകര്യങ്ങളുള്ള ഒരു ആംബുലൻസ് കിട്ടാതിരുന്നത് തന്നെയാണ്. നിഖിൽ പ്രമേഷാണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടിയിൽ പോലീസ് കേസെടുക്കണമെന്ന് ED. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട CMRL മാസപ്പടി കേസിൽ നിർണായക നീക്കവുമായി ED. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ED സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്തു നൽകി. ED അന്വേഷണത്തിനെതിരെ CMRL ജീവനക്കാർ നൽകിയ ഹർജി അപക്വമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ED സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയത്. വഞ്ചന, ഗൂഢാലോചനയടക്കം 5 കുറ്റങ്ങൾ കണ്ടെത്തിയെന്നും ഇതിൽ കേസെടുക്കേണ്ടത് പോലീസാണെന്നും ചൂണ്ടിക്കാട്ടി തുടർച്ചയായി 2 കത്തുകളാണ് ED നൽകിയത്. മാസപ്പടി കേസിലെ ED അന്വേഷണത്തിനെതിരെ CMRL ജീവനക്കാർ നൽകിയ ഹർജി അപക്വമാണെന്നും ഹർജി തള്ളണമെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറുപടി സത്യവാങ്മൂലത്തിലൂടെ ഹൈക്കോടതിയെ അറിയിച്ചു.
ECIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാനാകില്ല. ECIR രജിസ്റ്റർ ചെയ്തതുകൊണ്ട് ആരും കുറ്റക്കാരനാകുന്നില്ലെന്നും ED കോടതിയിൽ വ്യക്തമാക്കി. ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നതെന്ന CMRL കമ്പനിയുടെ വാദം ശരിയല്ല. ആദായനികുതി വകുപ്പ് 2019 നടത്തിയ റെയ്ഡിൽ 133 കോടി രൂപയുടെ അനധികൃത ഇടപാട് കണ്ടെത്തിയിരുന്നു. രാഷ്ട്രീയ നേതാക്കൾക്കടക്കം പണം നൽകിയെന്ന് CMRL MDയും CFOയും മറ്റ് ഏജൻസികളോട് സമ്മതിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് 1.72 കോടി നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നുവെന്നും EDയുടെ മറുപടി സത്യവാങ്മൂലത്തിൽ പറയുന്നു. മാസപ്പടി കേസിൽ തുടർച്ചയായി സമൻസ് അയച്ച് വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്തായിരുന്നു CMRL കമ്പനിയിലെ ഏതാനും ജീവനക്കാർ നേരത്തെ കോടതിയെ സമീപിച്ചത്. ഹർജി ജൂൺ 7 വീണ്ടും പരിഗണിക്കാനായി ഹൈക്കോടതി മാറ്റി. 24 കൊച്ചി. തമ്മിലടിച്ചവരെ പുറത്താക്കി. കൂട്ടത്തല്ലിനു പുറമെ പരസ്യമായ വിഴുപ്പലക്കൽ കൂടിയായതോടെ KSU വലിയ നാണക്കേടിലാണ്. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ നടന്ന KSU പഠന ക്യാമ്പിലെ സംഘർഷത്തിൽ 4 പേരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഏറെക്കാലത്തിനു ശേഷം ഗ്രൂപ്പ് വിഭാഗീയത കൂടി KSUവിൽ മുളപൊന്തുകയാണ്. വിദ്യാർത്ഥികളെ നവീകരിക്കാനും സംഘടനയെ ഉടച്ചുവാർക്കാനുമാണ് തിരുവനന്തപുരം നെയ്യാർ ഡാമിലെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് KSU ഒരു പഠന ക്യാമ്പ് സംഘടിപ്പിച്ചത്. പക്ഷേ അവിടെ നടന്നതൊന്നും സംഘടനയെ നവീകരിച്ചില്ല. പകരം ഏറെക്കാലത്തിന് ശേഷം KSUവിനെ പറ്റി മാധ്യമങ്ങളിൽ ചില വാർത്തകൾ വന്നു. പുറത്തുവന്ന വാർത്തയൊന്നും സുഖകരമായിരുന്നില്ല. ക്യാമ്പിലെ തമ്മിൽ തല്ല് സംഘടനയ്ക്കാകെ നാണക്കേടായി. തമ്മിൽ തല്ലിൽ NSU നടപടിയെടുത്തു. സംസ്ഥാന ജില്ലാ നേതാക്കളായ 4 പേരെ സസ്പെൻഡ് ചെയ്തു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി ഏഞ്ചലോ ജോർജ് എന്നിവരെ സസ്പെൻഡ് ചെയ്തത് മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി നൽകിയതിന്റെ പേരിൽ. എന്നാൽ ഒരു തെളിവുമില്ലാതെ വിശദീകരണം പോലും ചോദിക്കാതെയാണ് നടപടിയെന്ന് അനന്തകൃഷ്ണൻ പറഞ്ഞു. KPCC അധ്യക്ഷൻ K സുധാകരനൊപ്പം നിന്നതിന്റെ വൈരാഗ്യമാണ് നടപടിക്ക് പിന്നിലെന്നും അനന്തകൃഷ്ണൻ ആരോപിച്ചു. KPCC അധ്യക്ഷനെ ഈ ക്യാമ്പിലേക്ക്, നെയ്യാറിൽ നടന്ന ക്യാമ്പിലേക്ക് ക്ഷണിച്ചില്ല എന്ന വാസ്തവമുണ്ട്. ആ വാസ്തവം പ്രതികരിച്ചു എന്നുള്ളതിൻ്റെ പേരിലും KPCCക്കെതിരെയും ബഹുമാന്യനായ KPCCയുടെ പ്രസിഡന്റ് ശ്രീ K സുധാകരനെതിരെയും അനാവശ്യമായി വാർത്ത കൊടുത്തത് ഈ KSUവിൻ്റെ കുറച്ച് ആളുകളാണ്. തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അല്ലമീൻ അഷ്റഫ്, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ജെറിൻ ആര്യനാട് എന്നിവരെ സസ്പെൻഡ് ചെയ്തത് ക്യാമ്പിലുണ്ടായ തർക്കങ്ങളുടെ പേരിലാണ്. നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിലെ തർക്കമാണ് ക്യാമ്പിലെ തമ്മിൽ തല്ലായതെന്ന് KPCC അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏറെക്കാലത്തിന് ശേഷം ഗ്രൂപ്പ് വിഭാഗീയത കൂടി KSUവിൽ മുളപൊന്തുകയാണ്. ക്യാമ്പിലേക്ക് KPCC അധ്യക്ഷനെ ക്ഷണിക്കാത്തത് വിവാദമായിരുന്നു. എന്നാൽ ക്ഷണമുണ്ടായിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദം. അതെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു. KSU പ്രസിഡന്റ് നേരിട്ട് പോയിട്ട് KPCC പ്രസിഡന്റിനോട് പറഞ്ഞാണ്. KSU പ്രസിഡന്റ് എന്നോട് നേരിട്ട് സംസാരിച്ചാണ്. പാർട്ടി അറിയാതെ നെയ്യാർ ഡാമിൽ പരിപാടി നടക്കുന്നത്. തമ്മിലടിയിൽ KPCCയുടെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. വിശദമായ റിപ്പോർട്ട് ഉടൻ നൽകും. ഇതിനു പിന്നാലെ KPCCയുടെ ഭാഗത്തു നിന്നുള്ള നടപടിയുമുണ്ടാകും. KSU സംസ്ഥാന കമ്മിറ്റിയാകെ അഴിച്ചുപണിയുന്നതും ആലോചനയിലുണ്ട്. വിദ്യാർത്ഥികൾക്ക് മാതൃക കാണിക്കാനാണ് ഓരോ വിദ്യാർത്ഥി സംഘടനയും. പക്ഷേ തമ്മിലെ പ്രശ്നം തീർത്തിട്ട് ഏതുകാലത്ത് KSU വിദ്യാർത്ഥികൾക്ക് മാതൃകയാകുമെന്നറിയില്ല. എന്തായാലും ഇപ്പോഴത്തേത് ശരിയായ മാതൃകയല്ല. സലിം മാലിക്, 24 തിരുവനന്തപുരം. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. നയം മാറില്ലെന്ന് ചീഫ് സെക്രട്ടറി. സംസ്ഥാനത്ത് മദ്യനയം മാറ്റാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ തള്ളി ചീഫ് സെക്രട്ടറി വി വേണു. യോഗം ചേർന്നെങ്കിലും അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് വാർത്താക്കുറിപ്പിൽ അദ്ദേഹം അറിയിച്ചു. എന്നാൽ ബാർ കോഴ ഇല്ല എന്നാണ് സംഘടനാ നേതാവ് അനിമോൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. ശബ്ദ സന്ദേശം അയച്ചത് കെട്ടിടം വാങ്ങാൻ പ്രസിഡന്റ് സമ്മർദ്ദം ചെലുത്തിയപ്പോഴെന്നും മൊഴിയിലുണ്ട്. സംസ്ഥാനത്ത് ഡ്രൈ ഡേ ഒഴിവാക്കാൻ മദ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്നാണ് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കുന്നത്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് നടപടികൾ ആലോചിക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം നടന്ന ചർച്ചകളെ ദുർവ്യാഖ്യാനിച്ചാണ് പ്രചാരണം നടക്കുന്നതെന്നും വി വേണു വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി. അതേസമയം സംസ്ഥാന പ്രസിഡന്റ് വിമർശിച്ചതിന്റെ ദേഷ്യത്തിലാണ് ശബ്ദ സന്ദേശം അയച്ചതെന്ന് ബാർ അസോസിയേഷൻ സംഘടനാ നേതാവ്
അനിമോൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. സർക്കാരിന് കോഴ നൽകിയിട്ടില്ലെന്നും കെട്ടിട ഫണ്ട് പിരിക്കാൻ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്നും അനിമോൻ കൂട്ടിച്ചേർത്തു. മദ്യനയത്തിന്റെ കാര്യത്തിൽ ടൂറിസം വകുപ്പ് അമിതമായി ഇടപെടുകയാണെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ടൂറിസം വകുപ്പ് അനധികൃതമായി ഇടപെട്ടു. മന്ത്രിമാര് പച്ചക്കള്ളം പറഞ്ഞപ്പോൾ അത് പൊളിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നുണ പറയിപ്പിക്കുകയാണ് ഇപ്പോൾ. ബാർക്കോഴ ഇടപാടിൽ മുഖ്യമന്ത്രിക്കും അറിവുണ്ടെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ടൂറിസം വകുപ്പിന്റെയും എക്സൈസ് വകുപ്പിന്റെയും നേതൃത്വത്തിൽ ബാർ മുതലാളിമാരുമായി യോഗം ചേരാനും അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാനും സർക്കാർ എടുത്ത തീരുമാനം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. വിവാദത്തിലേക്ക് തന്നെ വലിച്ചിഴക്കുകയാണെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. മറ്റൊരു വകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ എന്താണ് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞില്ല, എന്തുകൊണ്ട് എന്നെയിൽ വലിച്ചടക്കുന്നു എന്നുള്ളത് കൃത്യമായൊരു അജണ്ട ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യക്തമാക്കി. വിഷയത്തിൽ ഒരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നും ഗവർണർ പറഞ്ഞു. 24 തിരുവനന്തപുരം. ഇനി നമ്മൾ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. ക്ലൈമാക്സിലെ കടുപ്പം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. രാഹുൽ ഗാന്ധിയെയും അരവിന്ദ് കെജ്രിവാളിനെയും പാക് നേതാക്കൾ പിന്തുണച്ചത് അന്വേഷിക്കേണ്ട വിഷയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദിക്കെതിരെ ED അന്വേഷണം ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ഇന്ത്യ മുന്നണി യോഗം ജൂൺ 1 ഡൽഹിയിൽ ചേരും. പാകിസ്ഥാൻ മുൻ മന്ത്രി ചൌധരി ഫവദ് ഹുസൈൻ രാഹുൽ ഗാന്ധിയെയും അരവിന്ദ് കെജ്രിവാളിനെയും പ്രശംസിച്ച സംഭവമാണ് ഏറെ ഗൗരവമുള്ള അന്വേഷണം നടത്തേണ്ട വിഷയമെന്ന പ്രധാനമന്ത്രി മോദിയുടെ പ്രതികരണം. വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ബീഹാറിലെ റാലിയിലും പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിമർശനം ആവർത്തിച്ചു. भाई और बहनों, नरेंद्र मोदी ने ये काम 10 साल से किया है. पहले राजा महाराजा होते थे, उनको कांग्रेस पार्टी ने निकाला, संविधान ने निकाला. अब नरेंद्र मोदी जी ने 22-25 नए राजा बना दिए, राजा महाराजा बना दिए. ബീഹാറിലെ പാലിഗഞ്ചിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനിടെ രാഹുലിന്റെ പ്രചാരണവേദി ഭാഗികമായി തകർന്നു. സംഭവത്തിൽ ആർക്കും പരിക്കില്ല. അതിനിടെ പൊതുതിരഞ്ഞെടുപ്പ് അവലോകനവും തുടർ രാഷ്ട്രീയ നീക്കങ്ങളും ചർച്ച ചെയ്യാൻ ഇന്ത്യ മുന്നണിയുടെ യോഗം ജൂൺ 1 ചേരും. ജൂൺ 2 ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ജയിലിലേക്ക് മടങ്ങേണ്ടതിനാലാണ് 7ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ജൂൺ 1 തന്നെ യോഗം ചേരുന്നത്. തൃണമൂൽ കോൺഗ്രസിനെതിരായ പത്രപരസ്യത്തിൽ BJPക്ക് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടിയേറ്റു. TMCക്കെതിരായ BJPയുടെ പരസ്യങ്ങൾ നിരോധിച്ച കൽക്കട്ട ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. പരസ്യങ്ങൾ പ്രഥമദൃഷ്ട്യാ അവഹേളനപരമെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു. 24 ഡൽഹി. കേരളത്തിലെ 3 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 25 നടക്കും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, CPM കേന്ദ്ര കമ്മിറ്റി അംഗം ഇളമരം കരീം, ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് അവസാനിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 6 പ്രസിദ്ധീകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. കേരളത്തിന് പുറമെ മഹാരാഷ്ട്രയിലെ ഒരു സീറ്റിലും രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. മുൻ വ്യോമയാന മന്ത്രി പ്രഫുൽ പട്ടേൽ രാജിവെച്ച ഒഴിവിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാതി മാലിവാളിനെ ഉപദ്രവിച്ച കേസിൽ വിഭവ് കുമാറിന്റെ ജാമ്യാപേക്ഷ തീസ് ഹസാരി കോടതി ഉത്തരവ് പറയാൻ മാറ്റി. പരിക്കുകൾ സ്വാതി സ്വയം ഏൽപ്പിച്ചതാകാമെന്ന വിഭവിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. സൈബർ ആക്രമണത്തിൽ സ്വാതി കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. പ്രതിക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ വിശദീകരണം. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് വാങ്ങാതെയാണ് സ്വാതി മാലിവാൾ വസതിയിലെത്തിയത് എന്നാണ് ബിഭവ് കുമാറിന്റെ അഭിഭാഷകൻ ഹരിഹരൻ കോടതിയിൽ പറഞ്ഞത്. ഇതിലൂടെ നിയമലംഘനം നടന്നതായും മുതിർന്ന അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. അന്വേഷണത്തോട് തുടക്കം മുതൽ തന്നെ സഹകരിക്കുന്നുവെന്ന് പ്രതിഭാഗം പരാമർശിച്ചപ്പോൾ ബിഭവ് കുമാറിന് തെളിവുകളിൽ കൃത്രിമം കാണിക്കാൻ കഴിയുമെന്ന് സ്വാതിയുടെ അഭിഭാഷകൻ വാദിച്ചു. പാർട്ടി നേതാക്കൾ പ്രതിയെ മുംബൈയിലേക്ക് കൊണ്ടുപോയെന്നും പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ തനിക്കും കുടുംബത്തിനും ഭീഷണിയുണ്ടാകുമെന്നും സ്വാതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കോടതിയെ അറിയിച്ചു. ഇരയുടെ ഭാഗം പൂർണ്ണമായി കേൾക്കാതെ അപേക്ഷ പരിഗണിക്കരുത് എന്നാണ് സ്വാതിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടത്. ഏറെ നേരം നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ കോടതി ബിഭവിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയാൻ മാറ്റി.
അതിനിടെ മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചു. മെഡിക്കൽ പരിശോധനകൾ മുൻനിർത്തി ഒരാഴ്ചത്തെ സാവകാശമാണ് തേടിയിരിക്കുന്നത്. 24 ഡൽഹി. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആര് തുടയ്ക്കും കണ്ണീർ? രാജ്കോട്ടിലെ തീപിടുത്തത്തിൽ സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിച്ചു ഗുജറാത്ത് ഹൈക്കോടതി. സംസ്ഥാന സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും ദുരന്തമുണ്ടാകുന്നതുവരെ ഭരണകൂടം ഉറക്കത്തിലായിരുന്നോ എന്നും കോടതി ചോദിച്ചു. കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങൾക്കിടയിൽ ഉറ്റവരെ തിരഞ്ഞെത്തുന്നവരുടെ വേദനാജനകമായ കാഴ്ചയാണ് രാജ്കോട്ടിലെ സിവിൽ ആശുപത്രി മോർച്ചറിക്ക് മുന്നിലുള്ളത്. അതേസമയം ദുരന്തത്തിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൂട്ട നടപടിയുണ്ടായി. രാജ്കോട്ട് സിറ്റി പോലീസ് കമ്മീഷണർ, അഡീഷണൽ കമ്മീഷണർ, ഡെപ്യൂട്ടി കമ്മീഷണർ എന്നിവരെ സ്ഥലം മാറ്റി. കാനഡയിൽ നിന്നെത്തിയ അക്ഷയ് ദൊലാരിയെയും ഭാര്യ ഖ്യാതിയും നാട്ടിലെത്തി രജിസ്റ്റർ വിവാഹം ചെയ്തതിന്റെ ആഘോഷ തുടർച്ചയ്ക്കാണ് TRP ഗെയിം സോണിലെത്തിയത്. ഒപ്പമുള്ള നല്ല ജീവിതവും ഡിസംബറിലെ വലിയ വിവാഹ ചടങ്ങുമെല്ലാം സ്വപ്നം കണ്ട നവദമ്പതികളുമുണ്ട് മരിച്ചവരുടെ നീണ്ട പട്ടികയിൽ. തീപിടുത്തത്തിൽ വെന്തുമരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് അറിയാനായി ദുരന്തത്തിൽ കാണാതായവരുടെ ബന്ധുക്കൾ ആശുപത്രി പരിസരത്ത് നെഞ്ചുരുകി നിൽക്കുന്നു. एक्सपायर हुआ, उसमें लिस्ट में 5 का नाम ही नहीं है. तो मेरी सरकार से ये निवेदन है, पहले निवेदन में जो 5 का लिस्ट का नाम तो दो. ऐसा ही खून ले लिया क्यों? कैसे? പല വീടുകളുടെയും പ്രതീക്ഷയാണ് ഒറ്റ ദിവസം കൊണ്ട് കെട്ടുപോയത്. फैमिली में नहीं बताया, ये घूमने के लिए गया ये बताया. અત્યારે એના મા બાપ બીમાર પડી ગયા છે, એને કોઈ જાણ નથી કરી. એમ સમજી ગયા. ദുരന്തത്തിൽ സ്വമേധയാ കേസെടുത്ത ഗുജറാത്ത് ഹൈക്കോടതി ഇന്ന് സംസ്ഥാന സർക്കാരിനും പ്രാദേശിക ഭരണകൂടങ്ങൾക്കുമെതിരെ ആഞ്ഞടിച്ചു. ഇത്തരം ദുരന്തങ്ങൾ ഒഴിവാക്കാനുള്ള നിർദ്ദേശം പലവട്ടം നൽകിയിട്ടും ഒന്നും നടപ്പാവുന്നില്ല. സംസ്ഥാന സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് കോടതി തുറന്നടിച്ചു. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതെന്ന കോടതിയുടെ ചോദ്യത്തിന് തങ്ങളുടെ അറിവോടെയല്ല ഗെയിം സോൺ പ്രവർത്തിച്ചിരുന്നത് എന്നായിരുന്നു രാജ്കോട്ട് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ മറുപടി. ഇതോടെയാണ് കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശനമുന്നയിച്ചത്. ആവർത്തിക്കുന്ന ഇത്തരം വലിയ ദുരന്തങ്ങൾ ഗുജറാത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ രോഷമാണ് ഉണ്ടാക്കുന്നത്. അവർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ അധികാരികൾക്ക് കഴിയുന്നുമില്ല. രാജ്കോട്ടിലെ സിവിൽ ആശുപത്രിയിൽ നിന്നും വരുൺ വി നാർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഡൽഹി വിവേക് വിഹാറിൽ 7 നവജാത ശിശുക്കൾ വെന്തു മരിച്ച ആശുപത്രി പ്രവർത്തിച്ചത് അടിമുടി നിയമവിരുദ്ധമായി. അലോപ്പതി ഡോക്ടർക്ക് പകരം ഡ്യൂട്ടിയിലുണ്ടായിരുന്നത് ആയുർവേദ ഡോക്ടർ. രോഗികളെ ചികിത്സിച്ചത് ഉടമയുടെ ദന്ത ഡോക്ടറായ ഭാര്യ. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. വിവേക് വിഹാറിലെ ആശുപത്രി പ്രവർത്തിച്ചത് അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാർച്ച് 31 അവസാനിച്ച ലൈസൻസ് ആശുപത്രി അധികൃതർ പുതുക്കിയിട്ടില്ല. ആശുപത്രിയിൽ പ്രവർത്തിച്ചിരുന്ന ഡോക്ടർമാരുടെ യോഗ്യത സംബന്ധിച്ചും സംശയങ്ങൾ നിലനിൽക്കുന്നു. സംഭവത്തിൽ നടപടി ശക്തമാക്കിയ പോലീസ് ആശുപത്രി ഉടമ നവീൻ കിഞ്ചി, ഡ്യൂട്ടി ഡോക്ടർ ആകാശ് എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഡ്യൂട്ടി ഡോക്ടർ ആകാശ് ആയുർവേദ ഡോക്ടർ എന്നാണ് പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആശുപത്രി ഉടമയുടെ ദന്ത ഡോക്ടറായ ഭാര്യയുടെയും നേതൃത്വത്തിലാണ് ചികിത്സകൾ നടന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഗുരുതര വീഴ്ചകൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചതിന് പിന്നാലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ നേരിട്ട് അന്വേഷണം ആരംഭിച്ചു. വിവേക് വിഹാർ ആശുപത്രിയിലുണ്ടായ വീഴ്ചകൾ പരിശോധിക്കാൻ ഡൽഹി ആരോഗ്യമന്ത്രി സൗരഭ് ഭരദ്വാജിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം വിളിച്ചു. 24 ഡൽഹി. ലൈംഗികാതിക്രമ കേസിൽ വിദേശത്ത് ഒളിവിൽ കഴിയുന്ന JDS നേതാവ് പ്രജ്വൽ രേവണ്ണ നാട്ടിലേക്ക് ഈ മാസം 31-ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചു. നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാൻ വിദേശകാര്യ മന്ത്രാലയം നടപടി തുടങ്ങിയതിന് പിന്നാലെയാണ് പ്രജ്വലിന്റെ ഈ നീക്കം. കേസിൽ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും പാർട്ടി പ്രവർത്തകരോടും കുടുംബത്തോടും ക്ഷമ ചോദിക്കുന്നുവെന്നും വീഡിയോ സന്ദേശത്തിൽ പ്രജ്വൽ പറഞ്ഞു. പ്രജ്വൽ രേവണ്ണ വിമാനത്താവളത്തിലെത്തിയാൽ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയെ വിമർശിച്ച് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. മോദി ഗ്യാരണ്ടിയുടെ വാറണ്ടി അവസാനിക്കാറായി. ദക്ഷിണേന്ത്യയിൽ മാത്രം ഇന്ത്യ മുന്നണി 100-ലധികം സീറ്റ് നേടും. കേരളത്തിൽ വിഭാഗീയ ശക്തികൾക്ക് ഇടമില്ലെന്നും കേരള മോഡൽ പൊളിറ്റിക്സ് രാജ്യത്തിന് ആവശ്യമാണെന്നും രേവന്ത് റെഡ്ഡി പറഞ്ഞു. Always I feel very proud coming to Kerala
At the same time, I feel very jealous. Why? Because I am proud for that. Kerala people never allowed any communal forces into Kerala. Who are role model of India Alliance? UDF is role model for India Alliance. കാലവർഷം കനക്കും. കേരളത്തിൽ ഇത്തവണ കാലവർഷം കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കും. പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. 3 ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ മാസം 31 കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. റമൽ ചുഴലിക്കാറ്റ് കരതൊട്ടതിന് പിന്നാലെ പശ്ചിമബംഗാളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ. ചുഴലിക്കാറ്റിനെ തുടർന്ന് ബംഗാളിൽ 2 പേർ മരിച്ചു. പശ്ചിമബംഗാളിന്റെ തീരപ്രദേശത്ത് റെഡ് അലേർട്ട് തുടരുകയാണ്. കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്ന് സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 110 മുതൽ 120 കിലോമീറ്റർ വേഗത്തിൽ ബംഗ്ലാദേശിലെ ഖേപ്പൂപ്പറയ്ക്കും ബംഗാളിലെ സാഗർ ദ്വീപിനും മധ്യയാണ് റമൽ ചുഴലിക്കാറ്റ് കരതൊട്ടത്. പലയിടങ്ങളിലും നാശനഷ്ടം വിതച്ചു. കൊൽക്കത്തയിൽ മതിൽ ഇടിഞ്ഞു വീണും നോർത്ത് 24 പർഗാനാസിൽ മരം വീണുമാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. കൊൽക്കത്ത, ഹൂബ്ലി, ഹൌറ എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. സൌത്ത് 24 പർഗാനാസ് ജില്ലയിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് 10 ലക്ഷം വരെ ഒഴിപ്പിച്ചതിനാൽ ആളപായം ഉണ്ടാകില്ലെന്ന് ദുരന്ത നിവാരണ സേന അറിയിച്ചു. ഗവർണർ CV ആനന്ദബോസ് ദുരന്തബാധിത മേഖലകൾ സന്ദർശിച്ചു. ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി ആവശ്യപ്പെട്ടു. താൽക്കാലികമായി നിർത്തിവെച്ച കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ പ്രവർത്തനവും ട്രെയിൻ ഗതാഗതവും പുനരാരംഭിച്ചു. കനത്ത മഴയുടെ മുന്നറിയിപ്പ് നൽകിയ അസമിൽ 7 ജില്ലകളിലും ത്രിപുരയിൽ 4 ജില്ലകളിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 ഡൽഹി. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.